ഓരോരുത്തരുടെ ബുദ്ധിക്കും പരിമിതിയുണ്ട്. ഒരു അധ്യാപകന്റെ ബുദ്ധിയല്ല ഒരു കർഷകന്റെ ബുദ്ധി, ഒരു സാധാരണക്കാരന്റെ അവസ്ഥയല്ല ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടാവുക. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ ഇടപെടുന്ന മനുഷ്യന്മാർ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, നമ്മുടെ തൊഴില്, ഇതിനെയൊക്കെ ബന്ധിതമാണ് ഒരാളുടെ ബുദ്ധി എന്ന് പറയുന്നത്. അതിൽ പരിമിതമായിരിക്കും അയാളുടെ എഴുത്ത്, അയാളുടെ ചിന്ത. അതുകൊണ്ട് സ്വാഭാവികമായും മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയത് കാലത്തിനനുസരിച്ച് മാറ്റേണ്ടി വരും. എന്നാൽ ഇസ്ലാം അങ്ങനെയാണോ? ഏതെങ്കിലും മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയതാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ഉണ്ടാക്കിയതാണോ? ഒരിക്കലുമല്ല. ഇത് അള്ളാഹുവിൽ നിന്ന് അവതീർണമായാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ്. ഇന്നുവരെ ഇസ്ലാം നന്മയാണെന്ന് പറഞ്ഞത് തിന്മയാണെന്ന് സ്ഥാപിക്കാൻ, ഇസ്ലാം തിന്മയാണെന്ന് തീർപ്പ് കൽപ്പിച്ചത് നന്മയാണെന്ന് പറയാൻ